ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കാനഡയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ധാരാളം മാളുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്കവിടെ വാല്യൂ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ചാരിറ്റിയുടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തുള്ള ഒരു സംഭവം കാണാൻ പറ്റിയായിരുന്നു. അത് വളരെ എന്താ പറയുക, നമ്മളവിടെ ചെല്ലുമ്പോൾ വളരെ റയറായിട്ടുള്ള പല കാര്യങ്ങളും, പല സാധനങ്ങളും നമുക്കവിടെ വില കുറച്ച് വാങ്ങിക്കാനും കഴിയും, കാണാനും പറ്റും. കൂടുതലും റയറാണ്. പഴയ ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. നിസ്സാര വിലക്കാരിക്ക് അവർ കൊടുക്കുക, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാല്യൂ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഡൊണേഷൻ സെൻ്ററാണ്. ഇവിടെ ആക്ച്വലി ആൾക്കാരെല്ലാം കൊണ്ടുവന്ന് ഡൊണേഷൻസ് കൊടുക്കുകയും ഡ്രസ്സായിട്ടും എല്ലാ ഐറ്റംസും അവർ ഇവിടെ കൊണ്ടുവന്ന് ഡൊണേറ്റ് ചെയ്യും. എന്നിട്ട് അത് ഇവിടെ ഒരു ചെറിയൊരു വിലയിട്ട് അവർ യൂസ്ഡ് ആണെങ്കിലും ഫ്രഷ് ആണെങ്കിലും അവരിവിടെ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. നമുക്കിവിടെ വന്നത് വാങ്ങിക്കുകയും ചെയ്യാം. ഞങ്ങളപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് അകത്തോട്ട് പോകാം. ഈ വാല്യൂ വില്ലേജുകൾ കാനഡയുടെ എല്ലാ ഭാഗങ്ങളിലും, എല്ലാ പ്രൊവിൻസിലും ഷോപ്പുകളുണ്ടാവും. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ അതിബൃഹത്തായിട്ടുള്ള ഒരു സംരംഭം തന്നെയാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പുതിയതായിട്ടും പഴയതായിട്ടും നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടുന്ന്. അതായത് വന്ന് നമ്മളുടെ ആവശ്യപ്രകാരം നമ്മൾ നോക്കിയെടുക്കുക. ഓരോ ക്ലൈമറ്റിനനുസരിച്ചുള്ള സമയത്ത് അതാത് ഡ്രസ്സുകളായിട്ടുള്ളത് എല്ലാ ഐറ്റംസും കിട്ടും. കൂടാതെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും, ഈ കാണുന്നതെല്ലാം ഇത് യൂസ്ഡ് ആയിട്ടുള്ളതുകൊണ്ട് ഡ്രസ്സുകൾ ഓരോരോ വേസ്റ്റിനനുസരിച്ചുള്ള അളവിന് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഓരോ വിഭാഗങ്ങളാണ് ഇങ്ങനെ. അതിനെല്ലാം നോക്കി നടത്താനുള്ള ആൾക്കാരും അവിടെ ഉണ്ട്, ജോലിക്കാരും അവിടെ ഉണ്ടാവും. അധികം പേരുണ്ടാവില്ല എങ്കിലും എല്ലാവരും ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള എന്താണെങ്കിലും, ഒരു ക്രിസ്മസ് കാർഡ് മുതൽ അവിടെ ഇലക്ട്രോണിക്സ് ഉപകരണം അതെല്ലാം യൂസ്ഡാണ്. ഈ കാണുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ്, ഒക്കെ യൂസ്ഡ് ആണ്. ചിലത് ഫ്രഷ് ഇരിക്കുന്നുണ്ടാവും. അതേപോലെ ഈ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് അങ്ങനെ എല്ലാം എനിക്ക് പോലും പേരറിയാത്ത ഐറ്റംസ്, നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ട് പരിശീലിക്കാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത പല ഐറ്റംസും, അതേപോലെ പല ആൻറ്റിക് ഐറ്റംസും വീടൊക്കെ അലങ്കരിക്കാൻ പറ്റിയിട്ടുള്ള, വീട്ടിൽ നമുക്ക് ഇവിടെ നിന്നും വാങ്ങിക്കാൻ കിട്ടില്ല. അതങ്ങനത്തെ നല്ല പഴക്കമുള്ള സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ $5-6 വലിയ വില മതിക്കാത്ത ഞാൻ കുറേ അധികം ഷൂട്ട് ചെയ്യാൻ ഇട്ടില്ല. അവർക്ക് ഇഷ്ടമല്ല ശരിക്കും ഷൂട്ട് ചെയ്തെടുക്കണതൊക്കെ. ആൾക്കാരെ ഈ ക്യാമറ ഫേസ് ചെയ്യാൻ അവർക്ക് ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ഇതെല്ലാം ഗ്ലാസിൻ്റെ ഐറ്റംസ്, അതായത് കുക്കറി ഐറ്റംസ് പോലും നമുക്ക് വെക്കാനുള്ള എന്തൊക്കെ വേണമെന്നുള്ള, ഈ കാണുന്നതിൻ്റെ അകത്തൊക്കെ വളരെ അപൂർവമായിട്ടുള്ള ഐറ്റംസുകൾ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തന്നെ വലിയ അത്ഭുതം, എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റുക. ഒരു മിനിമത്തിലല്ലേ നമുക്ക് പറ്റുള്ളൂ. ഈ കാണുന്നത് അവരുടെ ഗോഡൗൺ കേട്ടോ, ഉള്ളിലേക്ക് സാധനങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. കുട്ടികൾക്കുള്ളവർക്കും മുതിർന്നവർക്കും ഒക്കെ തലയിൽ വെക്കുന്ന ഐറ്റംസ് മുതൽ കളിക്കുന്ന പാവകൾ ഒരു രക്ഷയില്ല. പിന്നെ സോവനീറുകൾ, ബുക്കുകൾ, ഇത് കണ്ടാൽ നമുക്ക് മതി വരില്ല. ഞാൻ പല പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട്. കാരണം അത് വീടൊക്കെ അലങ്കരിക്കാൻ പറ്റിയ എന്തൊക്കെ ഐറ്റംസൊക്കെയാണെന്ന് അറിയുമ്പോൾ എനിക്ക് പോലും പേരറിയാത്ത കുറേ സാധനങ്ങളാണ്. അത് പുതിയതുണ്ട് പഴയതുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം അവിടെ പോയി മണിക്കൂറുകൾ നോക്കി നിന്ന് തപ്പി അന്വേഷിച്ചെടുത്താൽ ഓരോരുത്തർക്കും, അതും അവിടെ പോകുന്നവർക്കറിയാം. ചിലവർക്ക് വാല്യൂ വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡൊണേഷൻ സെൻറ്റർ അങ്ങനെയുള്ള ചെറിയ ഒരു മനോഭാവം ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ പോകണം, കാണണം. കാരണം നമ്മൾ ഭയങ്കര വില കൊടുത്ത് നാട്ടിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ അവിടെ നിസ്സാര വിലക്ക് കിട്ടും. ജാക്കറ്റുകളൊക്കെ ആണെങ്കിൽ, വിൻ്റർ ജാക്കറ്റുകളൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര വിലക്കുറവാണ്. ഈ കാണുന്നതെല്ലാം നമുക്കവിടെ ഫേർണിച്ചറുണ്ട്, അതെല്ലാം നമ്മൾ നോക്കിയെടുക്കണം. പലരും വന്ന് അവിടെ നോക്കി അവർക്ക് പറ്റിയ സാധനങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക. ചെയറായിട്ട്, ടേബിളായിട്ട്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. അതേപോലെ തന്നെ എന്തവിടെ ഇല്ലാത്തതെന്നല്ല, എല്ലാം ഉണ്ട്. വാഷിംഗ് മെഷീൻ മുതൽ പ്രിൻ്റർ, TV, അതെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് ജസ്റ്റ് നോക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മേടിച്ചാൽ പോലും നമുക്കത് ട്രയൽ റൂം ഉണ്ടാവില്ല. അങ്ങനത്തെ ശീലം അവിടെ ഇല്ല. നമ്മളുടെ അളവിനനുസരിച്ച് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നോക്കി ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഇഷ്ടപ്പെട്ട് അതെടുക്കുക, വില കൊടുത്ത് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ. അതേപോലെ തന്നെ ഷൂസുകളൊക്കെ ഉണ്ട്, ഒരുപാട് ഷൂസുകളുണ്ട്. പക്ഷെ ഞാൻ ആ ഏരിയയിലോട്ടൊന്നും പോയില്ല. കാരണം ഇത് തന്നെ പിടിച്ച് വരുമ്പോഴത്തേക്കും തന്നെ ഇഷ്ടംപോലെ സമയം. പിന്നെ അവർക്ക് ക്യാമറ അവരുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ തന്നെ അവർക്ക്
അതായത് ഫോണൊക്കെ വെച്ച് എടുക്കുമ്പോൾ അവർക്കറിയാം ഷൂട്ട് ചെയ്യണതാണെന്ന്. അതുകൊണ്ട് അവർ അത് അങ്ങോട്ട് എൻ്റർടൈൻ ചെയ്യിക്കില്ല. ഒന്നെങ്കിൽ അവരത് ഓഫ് ചെയ്യാൻ പറയും. ചിലവർ ചിലപ്പോൾ ഒന്നും മിണ്ടാണ്ട അങ്ങോട്ട് പോകും. ചിലവർ, മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ പറയുള്ളൂ. പിന്നെ ഓരോരുത്തരും ക്യാമറ മുന്നിലേക്ക് വരാൻ, അവരെ എക്സ്പോസ് ചെയ്യാനായിട്ട് അവർക്ക് തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവരെ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എന്നാലും ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്തു. ഇതിൽ നിങ്ങൾ കാണുന്ന ഈ ഡ്രസ്സുകളൊക്കെ യൂസ്ഡും ആണ് കേട്ടോ, ഉപയോഗിച്ചതുമാണ്. അതൊരു ചാരിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനത്തിലോ ആണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ പാവപ്പെട്ടവർക്ക് വേണമെങ്കിൽ വന്ന്, വീടില്ലാത്തവർ അങ്ങനെയുള്ള പലരും ഉണ്ടല്ലോ കേട്ടോ. അപ്പോൾ അവരെല്ലാം വന്ന് ചിലപ്പോൾ ഇതൊക്കെ വന്ന് എടുക്കും. ഞാനങ്ങനെ ക്യാമറ വെറുതെ ഫോണിലിങ്ങനെ പകർത്തിയതാണ് ഇതെല്ലാം. ചിലപ്പോൾ അവർ വന്നിങ്ങനെ വളരെ നമ്മളെ രൂക്ഷമായിട്ടൊക്കെ നോക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് മുഴുവൻ ഏരിയയിലും എനിക്ക് പോകാൻ പറ്റില്ല. എത്ര ഭയങ്കര ബൃഹത്തായ ഏരിയ ആണെന്ന് അറിയാമോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ പോണവർക്ക് പലർക്കും അറിയാം, പക്ഷേ പലരും അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാറില്ല. കാരണം അതിനും വലിയ ഷോറൂമുകളും ആളുകളൊക്കെ ഉള്ളത് കൊണ്ടിട്ടും. ഏതായാലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി ഞാനൊന്ന് ഒരു വീഡിയോ എടുത്തതാണിത്. ഇത് കണ്ട എന്തൊക്കെ തൊപ്പിയിടാണെങ്കിൽ തൊപ്പിയുടെ മാത്രമായിട്ട് കുറേ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രോയിങ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിക്ചറുകൾ, ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചേക്കണൊക്കെ വലിയ വലിപ്പമുള്ളതൊക്കെ വലിയ വിലയൊന്നുമില്ല. നമുക്കിവിടെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത് ലേഡീസിൻ്റെ ഐറ്റംസാണ്. തൊപ്പിയും ബാഗ് അങ്ങനെയുള്ള സാധനങ്ങൾ. അത് ഫ്രഷ് ഉണ്ട് കുറേ ഇതിനകത്ത്. പിന്നെ സൂട്ട് കേസുകൾ, അതായത് ഒരു വീട്ടിലേക്ക് എന്തൊക്കെയാണ്, അപ്പോൾ ട്രാവൽ ചെയ്യാൻ എന്തൊക്കെയാണ്, എല്ലാ ഐറ്റംസും കിട്ടും. ഇതിൻ്റെ അകത്തൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫ്രഷാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇത്രയേ ഉള്ളൂ. ഇത്രയും ഞാൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.